അഫ്ഗാന്റെ അധികാരം താലിബാൻ പിടിച്ചെടുത്ത ശേഷം താലിബാൻ സർക്കാരിനെ ഒരു ലോകരാജ്യവും ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ചൈന, UAE, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് തങ്ങളുടെ അംബാസഡർമാരെ നിയമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് താലിബാനെ അംഗീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. അമേരിക്കയും ഈയിടെയായി താലിബാന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. താലിബാൻ നേതൃത്വത്തിലെ ചിലർക്ക് അമേരിക്ക ചില ഉപരോധവും അഫ്ഗാൻ സെൻട്രൽ ബാങ്കിന് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങളും US നിർത്തലാക്കിയിരുന്നു. ഇത് അഫ്ഗാന്റെ ബാങ്കിംഗ് മേഖലയെ അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ നിന്ന് പൂർണ്ണമായി മുറിച്ചു കളഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. റഷ്യ അഫ്ഗാന്റെ ഭരണനിർവഹണം നടത്തുന്ന ഭീകരരായ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുകയും അവരുടെ നയതന്ത്ര പ്രതിനിധിയെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഊർജ്ജം, ഗതാഗതം, കൃഷി, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലും വ്യാപാര സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷ, ഭീകരവിരുദ്ധ, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ സഹകരണം തുടരുമെന്നും അഫ്ഗാനുമായുള്ള ബന്ധം വളർത്താനാണ് ആഗ്രഹമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനിടെ റഷ്യയുടെ തീരുമാനത്തിൽ പ്രതികരണവുമായി താലിബാൻ രംഗത്തെത്തി. അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താഖി റഷ്യയുടെ നടപടിയെ ധൈര്യമായ നടപടിയെന്ന് വിളിച്ച് അഭിനന്ദിച്ചു. രാജ്യാന്തര അവഗണന കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ താലിബാൻ ഭരണകൂടത്തിന് റഷ്യയുടെ ഈ നടപടിയിൽ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് താലിബാൻ വിലയിരുത്തുന്നത്.